നമസ്കാരം. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്ക് ഏപ്രിൽ 2 തന്നെ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും ഇഡിയുടെ സമൻസ് എത്തിയിരിക്കുകയാണ്. മുൻപ് ഏകദേശം 6 തവണയോളം ഈ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഐസക്ക് ഹാജരാകാത്ത ഒരു സാഹചര്യമായിരുന്നു. അന്ത്യശാസന നോട്ടീസ് ലഭിച്ചെന്ന് തന്നെ ഐസക്ക് പ്രതികരിച്ചിരിക്കുകയാണ്. തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത് തടസ്സപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് ഇതെന്നൊക്കെയാണ് അദ്ദേഹം ഒരു കുറ്റപ്പെടുത്തലായി പറയുന്നത്. ഈ വിഷയത്തിൽ പക്ഷേ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തോമസ് ഐസക്ക് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. കോടതിയിലിരിക്കുന്ന കേസിൽ കൂടുതൽ പറയുന്നില്ല എന്നുകൂടി തോമസ് ഐസക്ക് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇഡിയുടെ ഭീഷണിയുടെ സ്വരമുണ്ട് എന്നാണ് ഇപ്പോൾ ഐസക്ക് ആരോപിക്കുന്നത്. കേസ് കോടതിയിലാണ്. ആ കോടതിയിൽ നിന്ന് തന്നെ സംരക്ഷണം തേടുകയും ചെയ്യും. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇഡി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും, ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നൊക്കെ തോമസ് ഐസക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കും, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇഡി ഇതൊക്കെ ഒന്ന് ഓർത്തു പെരുമാറിയാൽ നന്നായിരിക്കുമെന്നാണ് തോമസ് ഐസക്കിൻ്റെ വാദം. ഡൽഹിയിലിരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ ആഗ്രഹം കാരണമാകും തൻ്റെ പിന്നാലെ ഇഡി വരുന്നത് എന്നാണ് തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഈ മസാല ബോണ്ട് ഇടപാടുകളിൽ ഉണ്ടായിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത്, അതിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ള വ്യക്തികളുടെ മൊഴിയെടുക്കുന്നതാണ് പ്രധാനമെന്ന് ഇഡി കോടതിയെ തന്നെ അറിയിച്ച ഒരു സാഹചര്യത്തിലാണ് സമൻസ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ ഇഡി സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഡിയുടെ നടപടികളെല്ലാം കൃത്യമായി നടക്കുന്നു. ഇഡി നടപടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഐസക്ക് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും അധികാരികളെയുമൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നടത്തുന്നുണ്ട്. പക്ഷേ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഐസക്കിൻ്റെ മൊഴിയെടുക്കണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇഡി ഉറച്ചു നിൽക്കുന്നത്. ഇത് ഇഡി കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും സമൻസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കേസ് പരിഗണിക്കുന്നത് മെയ് 22 കോടതി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഒന്നും സംസാരിക്കാനില്ലാതെ, ഒന്നും പറയാനില്ലാതെ, ഒരു മൊഴി നൽകാൻ കഴിയാതെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് പഴയ ധനകാര്യമന്ത്രിക്ക് എന്ന് ഈ ധനകാര്യമന്ത്രി ഒന്ന് ഓർക്കേണ്ടതല്ലേ? 2016 മുതൽ ഇങ്ങോട്ടുള്ള പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന 1ാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലം വരെ എത്തുമ്പോൾ മസാല ബോണ്ട് വിഷയങ്ങൾ പ്രതിപക്ഷം ആരോപണ വിധേയമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന തോമസ് ഐസക്കിനും പിണറായി വിജയനും ഇതൊരു കനത്ത അടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 6 പ്രാവശ്യം സമൻസ് അയക്കുന്നു. 6 പ്രാവശ്യവും ഇഡിയുടെ നോട്ടീസിന് മറുപടി നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. കോടതിയിൽ നിന്ന് നേരിട്ടുള്ള വിലക്കുണ്ടാകുന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്ക് ഇപ്പോൾ മലക്കം മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇഡിയുടെ ഈ ഇടപെടൽ, ഇഡിയുടെ ഈ ഇദ്ദേഹത്തിനോടുള്ള പെരുമാറ്റം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിർദ്ദിഷ്ട കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിയമപരമായി സംഭവിക്കുക എന്ന് ആരോ ഈ തോമസ് ഐസക്ക് എന്ന് പറയപ്പെടുന്ന സഖാവിന് ഉപദേശിച്ചു കൊടുത്തത് ഇപ്പോഴായിരിക്കും. ഇതിനു മുൻപൊക്കെ പറഞ്ഞിരുന്നത് അധികാരങ്ങൾ, ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങൾ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് നടക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോമസ് ഐസക്കിനെ പോലൊരു ധനമന്ത്രിയുടെ പുറകിൽ നടക്കുന്നത് എന്ന് വീരവാദം പറഞ്ഞ തോമസ് ഐസക്കാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് അവസാനം എവിടെ പോകേണ്ടി വരുന്നത്, കോടതിയിലേക്ക് ചെല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നിയമത്തിന് മുമ്പിൽ എത്ര സഖാവാണെങ്കിലും തലകുനിച്ച് നിൽക്കേണ്ടി വരും സഖാവെ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇഡി വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ 6ാമത്തെ സമൻസും അയച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് തോമസ് ഐസക്ക് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തലാണ്. ആ മൊഴി രേഖപ്പെടുത്തലിന് കൃത്യമായി തോമസ് ഐസക്ക് എത്തിച്ചേർന്നേ പറ്റൂ. അതിന് മന്ത്രിയില്ല, രാജാവാണെങ്കിലും എത്തിയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് ഈ ഇഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിന് കേന്ദ്രമന്ത്രിസഭയെയോ നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ BJP സർക്കാരിനെയോ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ചെയ്ത തെറ്റ് എന്താണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് കൃത്യമായി ഇഡിക്ക് മുമ്പിൽ വിളമ്പിയാൽ മാത്രം മതിയല്ലോ. തൻ്റെ മൊഴിയെടുക്കുവാൻ മാത്രമാണല്ലോ വിളിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിന് മനസ്സിലാവാത്തത്? എന്തായാലും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മസാല ബോണ്ട് കേസിൽ കൃത്യമായി തോമസ് ഐസക്കിന് മൊഴി കൊടുത്തേ പറ്റൂ. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഈ തോമസ് ഐസക്ക് എന്നല്ല ഒരു സഖാവിനും കഴിയില്ല.